അങ്ങനെ ഫൈനലി ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്പൈഡർമാൻ്റെ ട്രെയിലർ ഇപ്പോൾ ഒഫീഷ്യലി തന്നെ റിലീസായിരിക്കുകയാണ്. ആക്ച്വലി ട്രെയിലർ ഇന്നാണ് റിലീസായിട്ടുള്ളതെങ്കിലും ഇന്നലെ തൊട്ട് തന്നെ നമ്മുടെ ടോം ഹോളൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കുറച്ച് ഫാൻസിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരിലൂടെ ആയിരിക്കും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഓരോ സെക്കൻഡ് വെച്ചിട്ട് പല ഫാൻസ് അവരുടെ ചാനൽസിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു ഫാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോന്ന് അടുത്ത വരാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോയിലേക്കുള്ള ലിങ്ക് ഉണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് ഓരോ മണിക്കൂറിൽ ഓരോ ക്ലിപ്പ് വെച്ചിട്ട് ഇവർ റിലീസായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുണ്ടാക്കാനാണ് ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെയാണല്ലോ അത് വർക്കൗട്ടായി. കാരണം എല്ലാവരും അടുത്ത ക്ലിപ്പിൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഫൈനലി അതിൻ്റെ ട്രെയിലറും വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ ട്രെയിലർ ലീക്കിനെ കുറിച്ചുള്ള ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രെയിലറിൽ വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ വരാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നും മൊത്തത്തിൽ ഈ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർമാൻ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ കാണുന്ന പോലെയാണ്. അതായത് നമ്മുടെ MJ ആൻഡ് നെഡിൻ്റെയൊക്കെ MITയിലെ ഫസ്റ്റ് ഡേ ആണ്. മാത്രമല്ല നമ്മുടെ നോബേ ഹോം കഴിഞ്ഞിട്ട് ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു 4 years ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇതിൽ മാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കിത് കണ്ടറിയാം. അഫ്കോഴ്സ് നമ്മുടെ നെഡും MJ ഒക്കെ അവരുടെ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്പൈഡർമാൻ ആരാണെന്നറിയില്ല. അതിൻ്റെതായിട്ടുള്ള വിഷമമൊക്കെ നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. പുള്ളി എന്നാലും ഇപ്പോൾ സ്പൈഡർമാൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സ്പൈഡർമാൻ ആ പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആൻഡ്രൂ ഗ്രാഫിൽ സ്പൈഡർമാൻ്റെ ആ ഒരു റെഫറൻസ് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. കാരണം അത്രയ്ക്കും പ്രാക്ടിക്കലായിട്ടാണ് ഈ സീനും ഈ സ്യൂട്ടും എല്ലാം പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ മാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ കാണുന്നതെന്നുള്ളതും കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു വോയിസ് ഓവറാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ പറയാണ്, ഞാനാണ് പീറ്റർ പാർക്കർ, നിങ്ങൾക്ക് എന്നെ അറിയാം, പക്ഷേ എന്നെ ഓർമ്മയുണ്ടാവില്ലായിരിക്കുന്നു. ഇതൊരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ആ MJ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിൽ പോകാറുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും. പുള്ളി ആ ലെറ്റർ എടുത്ത് നോക്കുന്ന പോലെയും കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് പറയാൻ വേണ്ടി വരുന്ന ആ കാര്യം ആ വോയിസ് ഓവറിൽ പറയുന്നതായിരിക്കാം. കാരണം പുള്ളി അതിൽ പറയുന്നുണ്ട്, ഒരുപാട് മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാവർക്കും എന്നെക്കുറിച്ച് മറക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലാത്തതെന്നൊക്കെ നമ്മുടെ സ്പൈഡർമാൻ MJയുടെ അടുത്തും നെഡിൻ്റെ അടുത്തും പറയാൻ വേണ്ടി വരുന്നതായിരിക്കാം ആ ഒരു സീന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പീറ്റർ പാർക്കർ ആ ടാങ്കറിനെ ചേസ് ചെയ്ത് പോകുന്ന ആ സീനാണ്. ഈ സീനാണ് നമ്മൾ ബിഹൈൻഡ് ദ സീൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവുക. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഫ്രാങ്ക് കാസിൽ പണിഷർ വരുന്നത്. ആക്ച്വലി പഴയ ലീക്കായിട്ടുണ്ടായിരുന്ന ട്രെയിലറിൽ എൻഡിലായിരിക്കും നമ്മുടെ ഫ്രാങ്ക് കാസിലിനെ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി കാണിച്ചിരിക്കുകയാണ്. അഫ്കോഴ്സ് ഇത് പുതിയ ട്രെയിലർ കട്ടാണ്. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക് പീറ്റർ പാർക്കറിനെ തന്നെ ഒരു വണ്ടി ഇടിച്ച് കയറ്റുകയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയാണോ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ അവരെ പിന്തുടർന്ന് നമ്മുടെ ഫ്രാങ്ക് കാസിലും അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ റോബറിയോ അല്ലെങ്കിൽ ആ ഒരു പ്രിസൺ ബ്രേക്കോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഫ്രാങ്ക് കാസിൽ പുള്ളിനെ തെറി വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നീ വീട്ടിൽ പോടാ വെക്കാമെന്ന് പറഞ്ഞിട്ട് വായിൽ വലയിട്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ അവിടെ പോകും. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഇപ്പോൾ നല്ലൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണുള്ളത്. അതിനുശേഷം പുള്ളിയുടെ ബോധം കെട്ട് വീഴുന്ന പോലെ ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരുപാട് ലീക്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലീക്കിലൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടാൻ വേണ്ടി പോവാണ്, പുള്ളി ഒരു കുക്കൂൺ പോലെയായി മാറിയിട്ട് പുള്ളി ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ട് പുറത്ത് വരാൻ വേണ്ടി പോവാണെന്ന്. അത് എക്സാക്ട് നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് ഈ ട്രെയിലറിലൂടെ തന്നെ അവർ കൺഫേം ചെയ്തിരിക്കുകയാണ്. കാരണം ആ ബോധം കെട്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ പിന്നെ എഴുന്നേക്കുന്ന സീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. പുള്ളി ഒരു വലയൊക്കെ ഒരു കുക്കൂൺ പോലെ പറിച്ചു മാറ്റിയിട്ടാണ് പുറത്തോട്ട് വരുന്നത്. സോ സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടാൻ വേണ്ടി പോവാണ്. ആ ഒരു കുക്കുണിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് സീനായിരിക്കണം ഇപ്പോൾ ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഈ സീന്. അതിലായിരിക്കണം പുള്ളിക്ക് ഓർഗാനിക് വെബ് കിട്ടിയിട്ടുണ്ടെന്നും പുള്ളിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്ത് വിടുമ്പോൾ തന്നെ പുള്ളി ആദ്യം വലയിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്ന പുള്ളിയുടെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് ഇല്ലാന്ന്. പക്ഷേ താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പുള്ളി വലയിട്ട് പിടിക്കുന്നുമുണ്ട്. സോ പുള്ളിക്ക് ഓർഗാനിക് വെബ് ഷൂട്ടേഴ്സ് ഓർഗാനിക് വെബ് കിട്ടിക്കഴിഞ്ഞു. ഇതിന് മുമ്പ് നമ്മൾ ഒരു ലീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ ഈ ജീൻ മ്യൂട്ടേഷനൊക്കെ എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പ്രൊഫസറായിട്ടുള്ള നമ്മുടെ ബ്രൂസ് ബാനറിനെ നമ്മുടെ സ്പൈഡർമാൻ പോയി കാണുന്നത്. അങ്ങനെ പുള്ളി പറയുന്ന ആ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാക്ട് സെയിം സീൻ തന്നെയാണ് ഈ ട്രെയിലറിലും കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ പോയി സംസാരിക്കുമ്പോൾ പീറ്റർ പാർക്കർ ആരാണെന്നൊന്നും ബ്രൂസ് ബാനറിനെ അറിയില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്രൂസ് ബാനർ നമ്മൾ ട്രെയിലറിൻ്റെ ലീക്കിൽ പറഞ്ഞ പോലെ തന്നെ ഹൾക്ക് ഫോമിലും പ്രൊഫസർ ഹൾക്കിൻ്റെ ഫോമിലും ഒന്നല്ല, ബ്രൂസ് ബാനർ ഫോമിലാണുള്ളത്. അതെങ്ങനെയാണ് പുള്ളി മാറുന്നത്, എങ്ങനെയാണ് സാവേജ് ഹൾക്ക് വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ ഈ പടം ഇറങ്ങും നമുക്ക് മനസ്സിലാവും. എന്തായാലും സാവേജ് ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ളൊരു ഫൈറ്റ് എന്തായാലും ഈ പടത്തിലുണ്ടാവും. അങ്ങനെ നമ്മുടെ ബ്രൂസ് ബാനറും പറയുന്നുണ്ട് പുള്ളിയുടെ DNA മ്യൂട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു മ്യൂട്ടൻ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു പ്രിസൺ ബ്രേക്ക് പോലത്തെ ഒരു സീനിൽ നമ്മുടെ സ്പൈഡർമാൻ ആ ടാങ്കറൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള സോൾജേഴ്സിനെയൊക്കെ ആരോ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി.ഡി. സിങ്ങിൻ്റെ ക്യാരക്ടർ ശാസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ മൈൻഡ് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിവേഴ്സൽ ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നതെന്ന്.
ഇത് കണ്ടിട്ട് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള നമ്മുടെ സ്കോർപ്പിയനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം സ്പൈഡർമാൻ്റെ സ്വിങ്ങിങ് സ്റ്റൈൽ തന്നെ ഒട്ടുമൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു അഗ്രസീവ് രീതിയിലാണ് പുള്ളി സ്വിങ് ചെയ്യുന്നത്, കുറച്ചുകൂടി ഓർഗാനിക് രീതിയിലാണ്. മാത്രമല്ല മൊത്തം ഈ ട്രെയിലറിൻ്റെ ടോൺ തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ തണ്ടർ ബോൾട്സ് പടം തന്നെ ഏതൊരു ടോണിലായിരുന്നു ആ ഒരു ടോണിലാണ് ഈ പടം തന്നെ, ഐ മീൻ ഈ ഒരു ട്രെയിലർ ഉള്ളത്. സോ അത്രയ്ക്കൊരു ഡാർക്കസ്റ്റ് രീതിയിലായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ്റെ ഈ പടം വരാൻ വേണ്ടി പോകുന്നത്. ഇതുവരയ്ക്കും വന്ന സ്പൈഡർമാൻ്റെ പടങ്ങളൊക്കെ ഒരുപാട് കളർഫുൾ ആയിരിക്കും, ഒരു ഹാപ്പി മൂഡിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് ഹാപ്പി മൂഡ് ആവാൻ പറ്റില്ല. ഓൾറെഡി സ്പൈഡർമാൻ ഡിപ്രഷനിലാണ്, പുള്ളിക്ക് ആരുമില്ല. ആ ഒരു രീതിക്കായിരിക്കും ഈ പടവും പോകാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ട്രെയിലറിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പൈഡർമാൻ കുറച്ച് നിഞ്ചാസുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഈ ഫൈറ്റ് നമ്മൾ ഓൾറെഡി ഉള്ള ട്രെയിലർ ലീക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുമാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഈ നിഞ്ച ഗ്രൂപ്പിനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മുടെ ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീമാണ്. സോ ഒരു സീൻ ഫൈറ്റ് ആയിരിക്കും അത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ എങ്ങനെയൊക്കെയൊക്കെ MJയും നെഡുമായിട്ട് റീയൂണൈറ്റ് ആവാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പുള്ളി വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഒഴിഞ്ഞു മാറുന്നൊക്കെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ ട്രെയിലർ ലീക്കിലൊക്കെ കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഒഫീഷ്യൽ ട്രെയിലറിൽ വന്നിട്ടുള്ളത്. ചെറുതായിട്ട് കുറച്ച് സീൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സെയിം സീൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ ഫ്രാങ്ക് കാസിൽ ഒരു ഫൈറ്റിൽ വന്നിട്ട് സ്പൈഡർമാനെ രക്ഷിച്ചിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീക്കായിരുന്നു ആദ്യത്തെ ട്രെയിലർ കട്ടിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഭാഗം സീൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു വണ്ടിയിൽ നമ്മുടെ ഫ്രാങ്ക് കാസിൽ വന്നിട്ട് സ്പൈഡർമാൻ ഇടിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ജൂലൈയിൽ പടം റിലീസാകാൻ വേണ്ടി പോവാണ്. ഇനി എന്തായാലും ഇവന്മാർ ഓരോ TV സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കി വിട്ടുകൊണ്ടിരിക്കും സോണി. മൊത്തം പടം തന്നെ ഇവന്മാർ സ്പോയിൽ ചെയ്യാതിരുന്നാൽ മതി. കാരണം ഇപ്പം തന്നെ പടത്തിൻ്റെ ഓൾമോസ്റ്റ് കഥ എല്ലാവർക്കും പിടികിട്ടി കഴിഞ്ഞു. മാത്രമല്ല ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീക്ക് ഇത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇനി പ്ലോട്ട് ലീക്ക് അടക്കം വരാനിരിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്നൊക്കെ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.